എല്ലാവർക്കും നമസ്കാരം. പോക്കറോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നല്ല നാളെ ആക്ച്വലി അലിസ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അലിസ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 11-നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് എനിക്കറിയില്ല. എനിവേ ഏപ്രിൽ 11 നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു സ്പേസിലാണ് നമ്മൾ ബർത്ത്ഡേയുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഓരോന്നായിട്ട് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അലിസ ബേബിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ സ്പേസിലാണ് നമ്മൾ പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർ ഇവിടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ പ്രൊജക്ടറിലേക്ക് വന്നിട്ടിരിക്കട്ടെ. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ സ്റ്റേജ് പരിപാടിയൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഫൈനൽ വീഡിയോസ് നമ്മൾ വേറെ കാണിക്കാം. പിന്നെ നമ്മുടെ എഡ്വിൻ, ലിൻഡോ, കുട്ടേട്ടനൊക്കെ നമ്മൾ എല്ലാവരോടും ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ രാത്രി ഇവരുടെ പരിപാടികൾ നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടികൾ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു പിക്ചറുമായിട്ട് ഞാൻ വരാം. ഓക്കെ. അലിസ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അലിസയുടെ ഓരോ മാസത്തെ ഫോട്ടോസ് നമ്മളിങ്ങനെ കട്ടൗട്ടാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അലിസ ഇങ്ങനെ ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇതൊക്കെ നമുക്കിനി ഫ്രെയിമിൽ വരും. അവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ അവിടെ പരിപാടി നടക്കുന്നിടത്ത് വരുത്താനുള്ള പരിപാടിയാണ്. അലിസയൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ഇങ്ങനെ ഉറക്കം പോകാൻ കാണാനില്ല. ഉള്ളു കുറുമ്പിയായി മാറിയിട്ടുണ്ട് അലിസ. ഞാൻ വരുന്നു അടാ, കുറുമ്പിപ്പെണ്ണ് വരണാടാ. കുറുമ്പിപ്പെണ്ണേ ഇത് കണ്ടിട്ട് ആള് അതിന് എക്സൈറ്റഡ് ആണ്. ആൾക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ കയറി പിടിക്കണം. അത് കണ്ടിട്ടാണ്, ഫോട്ടോ കണ്ടിട്ട് വരണത്. അണ്ടാ അലിസിയ അടാ അതാ വലിക്കല്ലേ. അലിസിയാണോ ഇതാ നമുക്ക് പപ്പ അവിടെ വെച്ചിട്ട് ഇത് പരിപാടി കഴിഞ്ഞിട്ട് പപ്പ തരാട്ടാ നിനക്ക് കളിക്കാൻ. അലിസിയ ആണോ അലിസിയാണത്. എന്ത് പിടിച്ചാലോ നമുക്ക്. കൈ തരിച്ചിട്ട് ആകില്ലേ കുട്ടിക്ക്. കൈ തരിക്കണ്ട നിനക്ക്. എന്തുട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ രാത്രി 12 മണിയായി ഏകദേശം. കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ഇനി ബാക്കി പണികളൊക്കെ നാളെയാണ്. നാളെ രാവിലെ അലിസ ബേബിനെ കൊണ്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി വന്നിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ. നേരത്തെ കുളിക്കുന്നുണ്ട്, അത്യാവശ്യം ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം നാളത്തെ വെതർ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോയി കിടന്നുറങ്ങാൻ പോവാണ്. സീ യു ടുമാറോ. അലിസ ബേബി ഇങ്ങനെ നടക്കണേ ഇവിടേക്കാണ് പരിപാടി ആയിട്ടില്ല. അകത്ത് കയറിയിരിക്കും. നീ പോയിട്ട് പപ്പ പോരാട്ടാ. അങ്ങനെ നമ്മുടെ പരിപാടികൾ ഏകദേശം ഫൈനൽ ടച്ചിലോട്ട് കിടക്കുകയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ കുറച്ചുകൂടി പരിപാടികൾ ബാക്കിയുണ്ട്. നമ്മൾ ഒന്നുകൂടി 4 മണി 5 മണി ആകുമ്പോഴൊക്കെ ഫുൾ സോണിലാവും എന്ന് വിചാരിക്കുന്നു. നേരെ ഇതാണ് നമ്മുടെ ടേബിളെല്ലാം, ഫുഡ് കൗണ്ടറിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനൊരു സ്പേസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ സോൺ കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇരുട്ടായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായാലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ സെറ്റായിട്ട് കാണുള്ളൂ. എനിക്കൊക്കെ ഒന്ന് ഒരുങ്ങണം, അലിസ ബേബിക്ക് ഒരുങ്ങണം, മമ്മിക്ക് ഒരുങ്ങണം. അങ്ങനെ എല്ലാവർക്കും ഒരുക്കാനും പരിപാടിക്കുള്ള സമയങ്ങളാണ് ഇനി. അപ്പോൾ ഏകദേശം ഒരു 1 to 2 hours നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എനിവേ നമുക്കിനി അടുത്ത കാഴ്ചകളോട്ട് നീങ്ങാം. അങ്ങനെ നമ്മൾ അലിസ ബേബിയുടെ ബർത്ത്ഡേയുടെ ടൈം ആയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് അലിസ ബേബിനെ നമ്മൾ ഈ സൈക്കിളിലാണ് അലിസ ബേബിനെ കൊണ്ടുവരുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബർത്ത്ഡേയുടെ കാഴ്ചകളാണ്.
3 മാസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അലീച്ചയുടെ 12ാമത്തെ മാസമാണ് വരുന്നത്. അപ്പൊ അലീച്ചയുടെ കുറച്ച് ഈ 12 മാസത്തെ കുറച്ച് മൊമെന്റ്സിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം ഇവിടെ ആ സ്ക്രീനിൽ കാണിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അലീച്ചയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാം. വീഡിയോ പ്ലേ. നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു അലീച്ചയുടെ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫൈനലി മഴയൊക്കെ പെയ്ത് ലാസ്റ്റ് കുട്ടിക്കലാശം ഇനി വന്നാലും ബർത്ത്ഡേ സൂപ്പർ ആയിരുന്നു. അലിസയുടെ ബർത്ത്ഡേ സൂപ്പർ ആയിരുന്നാ? സൂപ്പർ സൂപ്പർ. അലിസ ചക്ക തന്നെ തിരക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും